വാർത്തകൾ തുടരുന്നു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല താൽക്കാലിക വിസി നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി നൽകി സുപ്രീം കോടതി ഉത്തരവ്. മുഖ്യമന്ത്രി നൽകുന്ന പട്ടികയിലെ മുൻഗണനാക്രമം അനുസരിച്ച് ചാൻസലർ നിയമനം നടത്തണം. മുൻഗണനാക്രമത്തിൽ പട്ടിക നൽകാൻ മുഖ്യമന്ത്രിക്കാണ് അധികാരമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ നിലപാടിൽ എതിർപ്പുണ്ടെങ്കിൽ ചാൻസലർ അക്കാര്യം സുപ്രീം കോടതി അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ ധൻസുമോദ് വിശദാംശങ്ങൾ നൽകും. ധൻസുമോദ്, ഗവർണർക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു നിരീക്ഷണമോ ഉത്തരവോ ആണോ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്? അതനുസരിച്ച് ഇനി സംസ്ഥാന സർക്കാരും ഗവർണറും ചെയ്യേണ്ടത് എന്താണ്? ഇന്നലെ സുപ്രീം കോടതി ഇത്തരത്തിൽ ഉത്തരവുണ്ടായെങ്കിൽ പോലും വിധിപ്പകർപ്പ് ഇന്ന് രാവിലെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ആ വിധിപ്പകർപ്പ് അടിസ്ഥാനത്തിലാണ് സെർച്ച് കമ്മിറ്റി നൽകുന്ന പാനലിൽ മുഖ്യമന്ത്രിക്ക് ഒരു പരിഗണനാക്രമം നിശ്ചയിക്കാം എന്നുള്ളൊരു കാര്യം എത്തിയിരിക്കുന്നത്. അതായത് ഈ സെർച്ച് കമ്മിറ്റി ജസ്റ്റിസ് സുധാംശു സൂര്യ അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റി പേരുകളാണ് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നത്. അത് കേവലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പോലും അല്ല, നേരിട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പട്ടികയിൽ നിന്നും മുൻഗണനാക്രമം നിശ്ചയിച്ച് 1, 2, 3 എന്ന കൃത്യം നിശ്ചയിച്ച് മുഖ്യമന്ത്രിയാണ് ചാൻസലർ കൂടിയായ ഗവർണർക്ക് കൈമാറേണ്ടത്. ഈ മുഖ്യമന്ത്രി നൽകുന്ന മുൻഗണനാക്രമത്തിൽ നിന്നാവണം ഗവർണർ നിയമനം നടത്തേണ്ടത്. അതായത് മുഖ്യമന്ത്രി നിശ്ചയിച്ച് 1ാമത്തെ പേര് ഒരാളുടെ കൊടുക്കുകയാണെങ്കിൽ ആ തരത്തിൽ തന്നെയാണ് നിയമനം നടത്തേണ്ടത് എന്നുള്ളൊരു കാര്യം പറയുന്നു. മാത്രമല്ല, ഇനി ഈ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന ഈ പട്ടികയിൽ ഏതെങ്കിലും തരത്തിലുള്ള അതിർത്തി വിയോജിപ്പ് ചാൻസലർക്ക് ഉണ്ടെങ്കിൽ അക്കാര്യം കാണിച്ചുകൊണ്ട് 2ാമത്തെയോ 3ാമത്തെയോ ആളെ നിയമനം നടത്താതെ നേരെ സുപ്രീം കോടതിയിൽ തന്നെ ഈ വിഷയം ധരിപ്പിക്കണം എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഒരു മേൽക്കൈ കിട്ടുന്നതും ഗവർണർക്ക് തിരിച്ചടി കിട്ടുന്നതുമായ ഒരു വിധിപ്പകർപ്പാണ് സുപ്രീം കോടതിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്.